ശ്രീരാമൻ മുഹൂർത്തം നോക്കിയൊന്നും അല്ലല്ലോ കല്യാണം കഴിച്ചത്. പിള്ളേർ ചോദിക്കാറുണ്ട്, ശ്രീരാമൻ മുഹൂർത്തം നോക്കിയാണോ കല്യാണം കഴിച്ചത്? അല്ലല്ലോ, വില്ലൊടിച്ചല്ലേ എന്നൊരു ചോദ്യം ചോദിക്കും. ശ്രീരാമൻ വില്ലൊടിച്ചാണ് കല്യാണം കഴിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം, ത്രയംബകം വില്ലെടുത്ത് ശ്രീരാമൻ ഒടിച്ചപ്പോ പുഷ്പവൃഷ്ടി വരെ ഉണ്ടായി. സീത കൊണ്ട വരണമാല്യം വിട്ടു. ഇത്രയും കറക്റ്റാ. ശ്രീരാമൻ വില്ലടിച്ചു, സീത കൊണ്ട മാലയിട്ടു. ഇവിടം വരെ സത്യമാണ്. ഇനിയാണ് ബാക്കി കഥ. അപ്പൊ ഇത് പിള്ളേര് ചോദിക്കും, അമ്മേ ശ്രീരാമൻ വില്ലൊടിച്ചല്ലേ കല്യാണം കഴിച്ചത്, ഇപ്പൊ പിന്നെ നമുക്ക് ഈ പൊരുത്തം നോക്കണം, മുഹൂർത്തം നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഭഗവാൻ തന്നെ മുഹൂർത്തം നോക്കിയില്ലല്ലോ, വില്ലൊടിച്ചല്ലേ കല്യാണം കഴിച്ചത്. രാമായണത്തിലുണ്ടല്ലോ എന്ന് പറയുമ്പം രാമായണം മൊത്തം വായിച്ചിട്ടില്ലാത്ത അച്ഛനെ അമ്മയുടെ നാവിറങ്ങിപ്പോവും. ശരിയാണല്ലോ, ഭഗവാൻ വില്ലൊടിച്ചല്ലേ കല്യാണം കഴിച്ചതെന്ന് ചിന്തിക്കും. ശ്രീരാമൻ വില്ലൊടിച്ചാണ് കല്യാണം കഴിച്ചത്. സീത കൊണ്ട മാലയും ഇട്ടു. ദേവന്മാർ പുഷ്പവൃഷ്ടിയും നടത്തി. ഇനിയാണ് ബാക്കി കഥ. ജനക മഹാരാജാവ്, സീതയുടെ പിതാവ് ജനക മഹാരാജാവ് സീതയെ ശ്രീരാമന്റെ കൂടെ പറഞ്ഞു വിട്ടില്ല. സീതയെ ശ്രീരാമനോട് എന്നാ മനെ പിടിച്ചോണ്ട് പൊക്കോന്നും പറഞ്ഞു കൊടുത്തില്ല. പകരം വിശ്വാമിത്ര മഹർഷിയോട് പറഞ്ഞു, ദൂതന്മാരെ വിട്ട് ഇവന്റെ മാതാപിതാക്കളെ ഇങ്ങോട്ട് വിളിപ്പിക്കാൻ. ഇതാണ് പറഞ്ഞത്. സീതയുടെ പിതാവ് ജനക മഹാരാജാവ് എന്താ പറഞ്ഞത്? വിശ്വാമിത്ര മഹർഷിയോടാണ് പറഞ്ഞത്, വിശ്വസ്തരായ ദൂതന്മാരെ വിട്ട് ശ്രീരാമന്റെ മാതാപിതാക്കളെ ഇങ്ങോട്ട് വിളിപ്പിക്കാൻ പറഞ്ഞു. ദശരഥനും പത്നിമാരും അവിടെ എത്തി, മിഥിലാപുരിയിലെത്തി. അവിടെ ഉപചാരപൂർവം താമസിപ്പിച്ച്, അന്ന് അവിടെയും ആൺമക്കളുണ്ട്, ഇവിടെയും പെൺമക്കളുണ്ടല്ലോ, എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് വിവാഹം നടത്താമെന്ന് ആവശ്യപ്പെട്ട് വസിഷ്ഠ മഹർഷിയോട് മുഹൂർത്തം കുറിക്കാൻ പറഞ്ഞു. ഇങ്ങനെ വസിഷ്ഠ മഹർഷിയും വിശ്വാമിത്ര മഹർഷിയും കൂടെ കൂടിച്ചേർന്ന് മുഹൂർത്തം കുറിച്ച് മണിമണ്ഡപമൊക്കെ പണിത് തന്നെയാണ് ശ്രീരാമന്റെ കല്യാണം നടത്തിയത്. ഇവിടെ ശ്രീരാമൻ കല്യാണം നടത്തിയോ, പുഷ്പവൃഷ്ടി ഉണ്ടായോ, വില്ലടിഞ്ഞോ, ഇതൊന്നും നമുക്ക് വിഷയമല്ല. ഇതിലൂടെ വാൽമീകി മഹർഷി നമുക്ക് പറഞ്ഞു തരുന്നു, നാളെ ഇതുപോലെ ഒരു സാഹചര്യം നിങ്ങൾക്കും ഉണ്ടാകാം. അമ്മമാരുടെ മുന്നിലോട്ട് ചിലപ്പോ പെമ്മക്കള് വന്ന് അങ്ങോട്ട് നിൽക്കും, അമ്മേ ഞാൻ ബില്ലടിച്ചു, അച്ഛാ ഞാൻ ബില്ലടിച്ചു, അമ്പടിച്ചു എന്നൊക്കെ പറഞ്ഞ് മുന്നേ വന്ന് നിൽക്കുമ്പം എന്ത് ചെയ്യുന്നാണ്. അമ്മേ ഞാൻ ബില്ലടിച്ചു, അച്ഛാ ഞാൻ അമ്പടിച്ചു എന്ന് പറഞ്ഞു മക്കൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ചിലപ്പോ മുന്നിലോട്ട് വന്ന് നിൽക്കും. അന്നേരം അമ്മമാരെന്ത് പറയും? കണ്ടവന്റെ വില്ലു ഓടിച്ചേച്ച് വന്ന് നിൽക്കുന്നു, നാണമില്ല പെണ്ണെ, നിനക്ക് നാണമുണ്ടോ? നിനക്ക് താഴെ 2-3 പെൺപിള്ളേരുണ്ടോ? നീ ഓർത്തോടി. അവൾ വില്ലു ഓടിച്ചേച്ച് വന്ന് നിൽക്കുക. ചേർണം കേട്ടവളെ, മേലാല് എന്റെ പഠിക്കാതെ കയറിപ്പോയേക്കരുത് കേട്ടോ, നിന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും. ഇതൊക്കെയാണ് പറയുന്നത്. ഞാൻ ചത്താൻ എന്റെ ശവം പോലും നിന്നെ കാണിക്കത്തില്ല. ഇതൊക്കെയായിരിക്കും അമ്മമാര് പറയുന്നത്. ഇങ്ങനൊന്നും പറയരുതെന്നാണ് വാൽമീകി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. എന്താണ് വാൽമീകി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്? രാമായണത്തിലൂടെ ഇങ്ങനെ ഒരു അവസരം നാളെ നിങ്ങളുടെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വാൽമീകി പറഞ്ഞു തന്നിരിക്കുക. വാൽമീകിക്ക് സമയം കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ രാമായണം എഴുതിയത്. നമുക്കൊക്കെ വായിക്കാൻ, ഈ തലമുറയ്ക്ക്, വരും തലമുറയ്ക്ക് വായിക്കാൻ വേണ്ടി വാൽമീകി പറഞ്ഞു തന്നിരിക്കുന്നു. ജനക മഹാരാജാവ് എന്ത് ചെയ്തു? നാളെ ഇതുപോലെ മക്കൾ അമ്പടിച്ചു വില്ലടിച്ചു എന്നും പറഞ്ഞ് മുന്നേ വന്ന് നിന്നാൽ എന്ത് ചെയ്യണം എന്ന് വാൽമീകി നമുക്ക് പറഞ്ഞു തരുന്നു. അവന്റെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി മക്കളെ വിവാഹം നടത്തി തന്നെ കൊടുത്തേക്കാൻ. പിന്നെ ജീവിതം അത് അവനവന്റെ ഈശ്വരേച്ഛ പോലെ നടന്നോളും, അല്ലേ? ഇതാണ് വാൽമീകി നമുക്ക് പറഞ്ഞു തന്നത്. നാളെ